പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ പ്രഭാതവേള എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? ചില സമയത്ത് നമ്മുടെ സന്തോഷത്തിന് ഭംഗമുണ്ടാവുന്നത് നാം മനസ്സിലാക്കും. നമുക്ക് തന്നെ അറിയാം. ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, പക്ഷേ യഥാർത്ഥ സന്തോഷവും മനോല്ലാസവും ഉണ്ടാവുകയില്ല. എന്തോ ഒരു തടസ്സം കാണപ്പെടും. അതെന്തുകൊണ്ടാണെന്നോ, ദൈവത്തിനും നമുക്കുമിടയിലുള്ള ബന്ധത്തിന് ഒരു വിടവോ പോറലോ ഉണ്ടായിട്ടുണ്ടാകാം. അതെന്താണെന്ന് നാം പരിശോധിച്ചു നോക്കണം. 139 സങ്കീർത്തനം 24 വാക്യത്തിൽ ദാവീദ് എന്നൊരു ഭക്തൻ മനോഹരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. നാമും അതുപോലെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ആ പ്രാർത്ഥന: വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവമേ, അങ്ങയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്റെ മാർഗം അങ്ങയെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? അത് പരിശോധിച്ച് നോക്കി എന്നെ ശരിയായ വഴിയിൽ നടത്തണമേ. അങ്ങയെ വേദനിപ്പിക്കുവാൻ എനിക്കിഷ്ടമല്ല എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടായിരിക്കും. അവരാരും നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാതെ തന്നിഷ്ടപ്രകാരം നടക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിക്കും. എന്താണ് എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് മകൾ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്റെ മക്കൾ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുന്ന രക്ഷകർത്താക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും മക്കൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് പോലെ നടന്നാൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയുണ്ടാകും? ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിന്റെ മക്കളുമാണ്. അപ്പോൾ നാം ദൈവത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ നടന്നാൽ ദൈവത്തിന്റെ മനസ്സ് എന്തുമാത്രം ദുഃഖിക്കുമല്ലേ? അത് നാം എന്നെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ദൈവത്തെ നോക്കി, ദൈവമേ, അങ്ങന്റെ പിതാവാണ്. അങ്ങയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ? അതെനിക്ക് മനസ്സിലാക്കി തന്ന് ശരിയായ പാതയിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല പ്രാർത്ഥനയാണ്. നിങ്ങളും ആലോചിച്ചു നോക്കൂ. പല കാര്യങ്ങളും നമുക്ക് ശരിയാണ് എന്ന് തോന്നുമായിരിക്കും, പക്ഷേ അത് ദൈവത്തിന്റെ ഹൃദയം ദുഃഖിപ്പിക്കുന്നതായിരിക്കും. മക്കൾ ചെയ്യുന്ന കാര്യം അവർക്ക് ശരിയായിരിക്കും, പക്ഷേ നിങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്കേ അറിയൂ എന്നൊക്കെ പറയും. അവർക്കത് ശരിയായിരിക്കും, പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിനെ അത് വേദനിപ്പിക്കും. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ മാതാപിതാക്കളുടെ മനസ്സിൽ വേദനയുണ്ടാക്കും അത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കും: കർത്താവേ, എന്റെ ഹൃദയത്തെ പരിശോധിച്ചു നോക്കണമേ. അങ്ങയെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് നോക്കി നേരായ പാതയിൽ എന്നെ നടത്തണമേ. ഓരോ മീറ്റിംഗും അവസാനിച്ച ശേഷം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മുറിയിലെത്തി ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ, ഇന്നത്തെ മീറ്റിംഗ് ഞാൻ ശരിയായി നടത്തിയോ? അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ടോ? അതോ അങ്ങയെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ എന്ന് ദൈവത്തിന്റെ മുന്നിൽ ഹൃദയം തുറന്ന് സംസാരിക്കും. ദൈവം പറയും, വെൽ ഡൺ മൈ സൺ, നീ നല്ല വിധത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് പ്രശംസിക്കും. ചില സമയത്ത് നമ്മുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കും. ഇത് നീ പറയരുതായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ശരിയല്ല മകനെ എന്ന് പറയും. ഞാനത് മനസ്സിലാക്കി ദൈവത്തോട് മാപ്പ് ചോദിച്ച് തെറ്റുതിരുത്തും. ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധിയിൽ ചെന്ന് നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, ദുഃഖിപ്പിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിച്ച് നോക്കണം. നമ്മിൽ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. ദൈവത്തോട് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കും, പ്രാർത്ഥിക്കും, അത്ഭുതം പ്രതീക്ഷിക്കും. അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ നടക്കുന്നുണ്ടോ, വേദനയുണ്ടാക്കുന്ന വഴിയിലൂടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. എന്നെങ്കിലും ദൈവസന്നിധിയിൽ, ദൈവമേ, അങ്ങയെ വേദനിപ്പിക്കുന്ന വഴി എന്റെ അടുത്തുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ വഴിയിൽ, അങ്ങയെ സന്തോഷിപ്പിക്കുന്ന വഴിയിൽ എന്നെ നടത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അതെന്തുമാത്രം അനുഗ്രഹമായിരിക്കും. ദൈവം സന്തോഷിച്ചാൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അത്രയുള്ളൂ. ദൈവമേ, അങ്ങയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് നോക്കണമേ. ഞാൻ അങ്ങയെ ദുഃഖിപ്പിക്കരുത്, അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. അങ്ങെപ്പോഴും സന്തോഷിക്കുന്ന വിധത്തിൽ ഞാൻ നടക്കണം. അതിനെന്നെ സമർപ്പിച്ചു കൊള്ളുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ